ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ബബാബയുടെ ആദ്യ ദിനത്തെ ഡീറ്റെയിൽഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യത്തിലേക്ക്. ഇവിടെ നമുക്ക് ജില്ല തിരിച്ചുള്ള ആ ഒരു കണക്കുകളിലേക്ക് വരാം. തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ 182 ഷോകളാണ് ആദ്യ ദിനത്തിൽ ചാർട്ട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെട്ടത്. 16,743 പേര് ടിക്കറ്റ് എടുത്തപ്പോൾ 29 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. 31% ഒക്യുപ്പൻസി. കൊല്ലം 117 ഷോകളിൽ നിന്ന് 13,600 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 22 ലക്ഷം രൂപയാണ് ഗ്രോസായി വന്നത്. 39.5% ഒക്യുപ്പൻസി. പത്തനംതിട്ട 32 ഷോകളിൽ നിന്ന് 2,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 4,07,000ഓളം എമൗണ്ട് വന്നു. 30% ഒക്യുപ്പൻസി. ആലപ്പുഴ 82 ഷോകളിൽ നിന്ന് 10,000ഓളം ടിക്കറ്റുകൾ വിറ്റപ്പോൾ 16 ലക്ഷം രൂപയും 37% ഒക്യുപ്പൻസിയും വന്നു. കോട്ടയം 93 ഷോകളിൽ നിന്ന് 12,600 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 19 ലക്ഷം രൂപയ്ക്കടുത്ത് കളക്ഷൻ വരികയും 35% തിയേറ്റർ ഒക്യുപ്പൻസി. ഇടുക്കി നമുക്ക് കാണാൻ കഴിയുന്നു 35 ഷോകളിൽ നിന്ന് 3,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 5 ലക്ഷം രൂപ വരികയും 31% ഒക്യുപ്പൻസി കാണുകയും ചെയ്യാൻ കഴിയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് എറണാകുളമാണ്. 248 ഷോകളിൽ നിന്ന് 33,200ഓളം ടിക്കറ്റുകളിൽ നിന്ന് 61 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. 48%. തൃശ്ശൂർ 190 ഷോകളിൽ നിന്ന് 23,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 37 ലക്ഷം രൂപയും 35% ഒക്യുപ്പൻസിയും വന്നു. പാലക്കാട് 101 ഷോകളിൽ നിന്ന് 10,000-നടുത്തുള്ള ടിക്കറ്റുകൾ 13 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു. മലപ്പുറത്ത് 121 ഷോകളിൽ നിന്ന് 11,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ 15 ലക്ഷം രൂപയ്ക്ക് മുകളിലും. കോഴിക്കോട് 120 ഷോകളിൽ നിന്ന് 13,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ 21 ലക്ഷം രൂപയ്ക്ക് അടുത്തും വന്നു. വയനാട് 18 ഷോകളിൽ നിന്ന് 1,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,25,000 രൂപയാണ് പുറത്തു വന്നത്. അങ്ങനെ കണ്ണൂർ 85 ഷോകളിൽ നിന്ന് 9,600-ന് മുകളിലുള്ള ടിക്കറ്റുകൾ 13 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് വന്നു. കാസർഗോഡ് 31 ഷോകളിൽ നിന്ന് 2,500-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 3,41,000 രൂപയോളം ആണ് വന്നത്. 1,455 ഷോകളിൽ നിന്ന് 1,63,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 2,63,00,000 രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി പ്രീസെയിൽ ട്രാക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. 37%-നടുത്താണ് സിനിമയുടെ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഇത് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിലുള്ളതാണ്. ഇനി രണ്ടാം ദിവസം, അതായത് ഇന്നത്തെ കളക്ഷൻ കൂടെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും, വേറെ ഒന്നുമല്ല, ഈ 2:63 അടുത്ത് ഇന്ന് രാത്രി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം അത് 5:63 അതിന് മുകളിലായിരിക്കുമെന്നുള്ളത്. അമ്മാതിരി കൊടൂര തൂക്ക് തന്നെയാണ് ഈ ഒരു സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, വേൾഡ് വൈഡായിട്ട് സിനിമ ആദ്യ ദിനം 4 കോടിക്ക് മുകളിലാണ് പ്രീസെയിലൂടെ മാത്രം നേടിയിരിക്കുന്നത്. അതായത് പ്രീസെയിലൂടെ മാത്രം സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആദ്യ ദിനം 25 തൊട്ട് 40 കോടിക്കിടയിലായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ള പ്രതീക്ഷയുമാണ്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്ന് കമൻറ്റ്സ് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണെങ്കിൽ ഒന്ന് പറയാം. ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. തുടർന്ന് നമ്മൾ വീഡിയോസ്